കണ്ടുകൊണ്ടിരിക്കുന്നത് വാണിയംകുളത്ത് പി കെ ദാസ് ഹോസ്പിറ്റലിൻ്റെ മെയിൻ എൻട്രിയാണ്. മെയിൻ എൻട്രിയിൽ നിന്നും നമുക്ക് തുച്ഛമായിട്ടുള്ള ദൂരം മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാൻ പോകുന്ന വീടിൻ്റെ ദൃശ്യത്തിലേക്ക് ചെറിയൊരു വീടാണ്, ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ രീതിയിലുള്ള വീടാണ്. ഹോസ്പിറ്റലുകൾ, പള്ളികൾ, എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്കൂളുകൾ എല്ലാം ഉള്ള സ്ഥലത്താണ് ഈ ദൃശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്ന് ആകെ ഒരു 10-300 മീറ്റർ മാത്രം മാറിയിട്ടുള്ള വീടിന്റെ ദൃശ്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് പി.കെ.ദാസിന്റെ നിയർ ബൈ ആയിട്ടുള്ള ഒരു വീടിന്റെ സ്ഥലത്തിന്റെയും ദൃശ്യത്തിലേക്കാണ്. 5 സെന്റ് സ്ഥലത്തിന്റെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ 900 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. ചുറ്റുഭാഗം വീടുകളുണ്ട്. അതിന്റെ നമുക്ക് വണ്ടി പോകുന്ന സൗകര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വണ്ടി പോകുന്ന ഭാഗമാണ്. നമുക്കിതിൽ ടാർ റോഡിങ് ഉണ്ട്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. എക്കോ ടൂറിസം അനങ്കമലയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. മൗണ്ട് വ്യൂ ഒക്കെ കാണാം. നിറയെ വീടുകളുള്ള ഒരു ഏരിയയാണ്. ടാർ റോഡിങ്ങിൻ്റെ അവിടെ നിന്ന് കോൺക്രീറ്റ് റോഡ് അങ്ങോട്ട് കയറുകയാണ്. റോഡിൻ്റെ പണിക്കുള്ള ഇതൊക്കെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെയാണ് വീട്. ചുറ്റും വീടുകളൊക്കെ ഉള്ളതാണ്. അപ്പം നമുക്കിതിൽ ഇത് വീട് വിൽക്കാനും ഭോഗ്യത്തിനും വേണ്ടിയാണ് ഇട്ടേക്കുന്നത്. വിൽക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് വിൽക്കുന്നതായിരിക്കും. അതല്ല ഭോഗ്യത്തിന് വേണമെങ്കിൽ അങ്ങനെയാണ്. ലാസ്റ്റ് നമുക്ക് അതിൻ്റെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ലാസ്റ്റ് ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. ഇതാണ് വീട്. വീടിൻ്റെ ഫ്രണ്ടേജാണ്. ചെറിയൊരു ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അരിവേപ്പുണ്ട്. ഇതിലൊരു തെങ്ങ് കാര്യങ്ങൾ, മാവൊക്കെ ഉണ്ട്, പൂച്ചയുണ്ട്. അടുത്തൊക്കെ വീടുകൾ ഉള്ള ഒരു ഏരിയയാണ്. ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു സിറ്റൗട്ട്, പക്ഷെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ഒരു തെങ്ങുണ്ട്, ഒരു മാവുണ്ട്, ചെറിയ ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. കോവയ്ക്ക അങ്ങനെയുള്ളത് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ്. വലുപ്പത്തിലുള്ള കോവയ്ക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവര് വാഴ, കവുങ്ങ് നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതിൽ നമുക്ക് കുഴൽക്കിണറും ഉണ്ട്, പൈപ്പ് ലൈനും ഉണ്ട്. പൈപ്പ് ലൈനിൻ്റെ ഇത് നമുക്കിവിടെ കാണാം. ആണ് കൊടുത്തേക്കുന്ന പൈപ്പ് ലൈൻ. ഇത് നമുക്ക് കുടിവെള്ള പദ്ധതിയുടെ വെള്ളം വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഇതിൽ പണ്ട് കാറൊക്കെ കയറ്റി നിർത്തുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കുഴൽക്കിണർ നമുക്ക് വന്നിട്ട് ലാവിട്ട് മൂടിയൊക്കെയാണ്. 250 അടിയിൽ വെള്ളം കിണറതാണ്. അത് സിറ്റൗട്ട് വരുന്നത്. വെള്ളലോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കാണ്. മുകളിലേക്ക് അപ്സ്റ്റെയറിലേക്കുള്ളൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം. പുറത്ത് നല്ലൊരു തേക്കിൻ്റെ ഒരു വാതിലുണ്ട്. ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഗോണിപ്പടി കാണാം. ഗോണിപ്പടിയുടെ സൈഡിലേക്കുള്ളൊരു വ്യൂ ആണ്. പിന്നെ അവിടുന്ന് നമുക്ക് ഇതൊരു ഹാളാണ്. ഇവിടെ നമുക്കൊരു ബെഡ്റൂമും അതിലൊരു ബെഡ്റൂമുണ്ട്. ഇത് പിന്നെ ഡൈനിങ് റൂമാണ്. ഇവിടെ നമുക്ക് ഈ ബെഡ്റൂമൊക്കെ ഒന്ന് കാണാം. ഈ ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇന്ത്യൻ ക്ലോസറ്റ് ആണ്. യൂറോപ്യൻ ആക്കണമെങ്കിൽ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ചുമരലമാരുണ്ട്. ജനല് എല്ലാം വുഡൻ വർക്കിലുള്ളതാണ്. മരപ്പണിയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു റൂം തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ബെഡ്റൂം ഉണ്ട്. അത് അറ്റാച്ച്ഡ് തന്നെയാണ്. ഈ ബെഡ്റൂമിലേക്ക് നമുക്ക് പോയി നോക്കാം. അത് അറ്റാച്ച്ഡ് ആണ്. എല്ലാ റൂമിലും 3 പേര് ജനല് പാളികളുണ്ട്. ഒക്കെ വെർട്ടിഫൈ ടൈൽസ് ആണ്.
ഇത് ബാത്റൂം വരുന്നത് യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂം തന്നെയാണ്. അപ്പൊ നമുക്ക് 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ട്. അതുകൂടാതെ ഇതിന്റെ ഡൈനിങ് റൂമിന്റെ പോർഷനാണ്. കിച്ചൺ അതേമാതിരി ഒരു വാസ്തുപ്രകാരം വെച്ചൊരു കിച്ചൺ തന്നെയാണ്. നമുക്ക് ഇതിന്റെ കുഴൽക്കിണറിന്റെ ഇത് കാണാം, സ്വിച്ചസ് കാണാം, സബ്മർസിബിൾ വെച്ചേക്കുന്നത്. ഇത് നമുക്ക് വർക്ക് ഏരിയ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് നമുക്ക് വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കണ്ട് നമുക്ക് മുകളിലേക്കൊന്ന് കയറി പോയി നോക്കാം. ഇവിടെ നമുക്ക് ഇൻവെർട്ടർ അങ്ങനെയുള്ള പോർഷനൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ചെറിയൊരു തുന്നൽ മെഷീനും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. തുന്നൽ ചെയ്യാൻ ചെറിയ രീതിയിലുള്ള ചെറിയൊരു മോഡൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി അപ്സ്റ്റേറിലേക്ക് നമുക്ക് കയറി നോക്കാം. അപ്സ്റ്റേറിൽ നിന്നുള്ള താഴത്തേക്കുള്ള അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ചെറിയ ഫാമിലിക്ക് പറ്റിയ അടിപൊളി ഒരു വീടാണ്. നല്ലൊരു കൺസ്ട്രക്ഷനാണ്. ഓപ്പൺ ടെറസും കൂടെ നമുക്കൊന്ന് കാണാം. ഓപ്പൺ ടെറസിന്റെ പോർഷനാണ് ഇത്. മുകളിൽ നിന്നുള്ളൊരു വിഷ്വലാണ്. താഴെ നമുക്ക് വണ്ടികളൊക്കെ നിർത്താനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുറ്റുപാടും വീടുകളുണ്ട്. നമുക്ക് ഇവിടുന്ന് അമ്പലം, പള്ളി എല്ലാം അടുത്തടുത്താണ് തന്നെയാണ്. വികദാസ് ഹോസ്പിറ്റൽ അടുത്താണ്. അടുത്തൊക്കെ ഒരുപാട് നൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ വികദാസ് വാണിക്കുളത്ത് അടുത്തുള്ളൊരു വീടിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഓൾമോസ്റ്റ് നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ വീടിൻ്റെ വിലയും സ്ഥലത്തിൻ്റെ കൂടെ ഉദ്ദേശിക്കുന്നവർ 30 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളാണ്. പിന്നെ അത് ഭോഗ്യത്തിന് കൊടുക്കുന്നുണ്ട്. 5 ലക്ഷം രൂപയ്ക്കാണ് ഭോഗ്യത്തിന്. അങ്ങനെയുള്ളവരും ബന്ധപ്പെടാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ല ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു മാസം വരെ അവർ വെയിറ്റ് ചെയ്യും. കച്ചവടം ആവുകയാണെങ്കിൽ നമുക്ക് നേരെ കച്ചവടത്തിലേക്ക് പോവാം. അല്ലെങ്കിൽ ഭോഗ്യത്തിനാണെങ്കിലും 5 lakhs കൊടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ്. ബാങ്ക് പ്രോബ്ലം ഒക്കെ ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ചാനലായ ഒമേഗ AJ വ്ളോഗ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണുന്നിടം വരെ ആരോമൽ സൈനിങ് ഓഫ്.